ഹലോ ഗായ്സ്, നമ്മളിന്നൊരു ബിരിയാണി വെക്കാൻ പോകുന്നല്ലോ. ഓൾറെഡി തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത്. കല്ലുമ്മക്കായ് ബിരിയാണിയാണ്. എന്നെ കണ്ടിട്ട് നിങ്ങൾ പേടിച്ചോണ്ട് കൺവെൻഷൻ്റെ പേരങ്ങിട്ടാണ്. ഓൾറെഡി പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. കുക്ക് സന്ധ്യ ലുക്കില്ല ഒരു കല്ലുമ്മക്കായ ഓൾറെഡി പൊരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. കല്ലുമ്മക്കായ അധികം വലുതൊന്നുമല്ല, ചെറിയ കല്ലുമ്മക്കായാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഉള്ളി കുറച്ച് വാട്ടിയിട്ടെടുത്ത് വെച്ചിന്. ഇത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് ഉള്ളിയും കൂടി ജസ്റ്റ് വാട്ടുന്നുണ്ട്. ഇവിടെ ഓരോ പരിപാടി ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വഴിയെ ഓരോന്ന് കാണിച്ചു തരാം. മെയിൻ ഷെഫ് എന്ന് പറഞ്ഞാൽ സന്ധ്യയാണ്. ഹെൽപ്പേഴ്സ് ഉണ്ട് 2 ആൾ, രതിയും ഞാനും. രതി ഇവിടുന്ന് വേറൊരു പരിപാടിയിലാണ് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. സന്ധ്യ ആരാന്ന് പറയണ പോലും. സന്ധ്യ ആരാന്ന് അറിയില്ല. ഇവിടെ നമ്മൾ വേറെ കയറി നോക്കിയിട്ടില്ല. ഹെൽപ്പർ ഇടുന്ന് ഇഞ്ചി തോല് കൊടുക്കുന്നുണ്ട്. ഇവർ കൈസഹായിയാണ്. ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ ലേശം വെളിച്ചെണ്ണയും ബാക്കി നെയ്യും ഒഴിക്കുന്നുണ്ട്. കുനുകുനായിരുന്ന് സവാള ഇടുന്നതാണ്. ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വാടി വരുന്നവരെ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് ഇളക്കണം. കുറച്ച് വാടി വന്നാൽ നമുക്ക് ബാക്കി കാണാം. ഇത് വെച്ചാൽ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി ഏകദേശം ഒരു പരിവായി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ശിക്ഷണത്തിലാണ് ഇവർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഇവർ റിട്ടയർഡായി. അമ്മമ്മ റിട്ടയർഡായിട്ട് ഓരോ ശിക്ഷണത്തിലാണ് എല്ലാം. നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇരിഞ്ഞ വെച്ച തക്കാളി ഇനി ചേർക്കുന്നതാണ്. തക്കാളി ഇട്ട് നല്ലോണം മസാല വാടി വരണം. മല്ലിയും പുതിന ചപ്പു ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കുരുമുളക് കുറച്ചിട്ടിട്ടുണ്ട്. കുരുമുളക് പൊടിയാണ് ഇട്ട. ഈ ഷെഫ് തീരെ ശരിയില്ല, എല്ലാം ഇട്ടിട്ടാന്ന് പറയുന്നത്. അവർ കണ്ണ് പറ്റുന്നപ്പോഴേക്കെല്ലാം വാരിയിടുന്നു. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മളെ ബിരിയാണീൻ്റെ അരിക്കുള്ള വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. പൊരിച്ച് വെച്ച കല്ലുമുക്കായും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിൽ തീ പിടിക്കുന്നുണ്ട്. കുക്കറിൽ പശു നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പാതാളം പോലത്തെ കുക്കറായിട്ട് ഒന്നും കാണുന്നില്ല. കൈയിട്ട് വെച്ച അരി ഇതിലേക്ക് തട്ടുന്നുണ്ട്. ഇതിന് നമ്മളെല്ലാം ഇതിലിടുന്നുണ്ട്. വേണ്ടുന്ന പട്ട, ഗ്രാമ്പു അങ്ങനത്തെ എല്ലാ ലെവലാത്ത സാധനങ്ങളും ഇടുന്നുണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകുന്നത് തിളച്ച വെള്ളം അരിയിൽ ഒഴിക്കുന്നുണ്ട്. ഇതെത്ര ഗ്ലാസ് വെള്ളം? ഗ്ലാസ് അരിയാ? 2 നായും കുറച്ചു ആണ് അരി എടുത്തിട്ടുള്ള. അതിന് കണക്കായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കിയിട്ട് നമുക്കിനി കുക്കർ മൂടി വെക്കാം. ഓക്കെ, ഉപ്പിടണം ഗൈസ്. ഇത് കുറേ പണിയുണ്ട്. ഉപ്പിടണം, ചെറുനാരങ്ങ പിഴിയണം. ഉപ്പിട്ടു. നെക്സ്റ്റ് ചെറുനാരങ്ങ കുറച്ച് സ്ക്വീസ് ചെയ്ത് വയ്ക്കും. ഇനി ഒരൊറ്റ വിസിലിൽ നമുക്കിതെടുക്കാം. അപ്പോൾ റെഡി. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.